ഖത്തറിലെ ലൂസൈൽ സ്റ്റേഡിയത്തിൽ മെസ്സിയും സംഘവും കിരീടമുയർത്തിയ ആവേശക്കടൽ ഇന്നും ആരാധകരുടെ നെഞ്ചിലുണ്ട്. ആ ആരവങ്ങൾ തോരും മുൻപേ ഫുട്ബോൾ ലോകം അടുത്ത മഹാമേളക്കായി കാത്തിരിക്കുന്നുണ്ട്. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ 3 വൻ ശക്തികൾ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കമായിരിക്കും. 32 ടീമുകളിൽ നിന്ന് 48 ടീമുകളിലേക്ക് ടൂർണമെന്റ് വികസിക്കുമ്പോൾ 16 നഗരങ്ങളിലായി പടർന്നു കിടക്കുന്ന മൈതാനങ്ങളിൽ പന്തുരുളുന്നത് കേവലം കളിക്ക് വേണ്ടിയല്ല, മറിച്ച് രാജ്യങ്ങളുടെ അഭിമാനത്തിന് വേണ്ടിയാണ്. ഓരോ ഗോളിലും ഓരോ നിമിഷത്തിലും കണ്ണീരും വീറും വാശിയും അണപൊട്ടിയൊഴുകുന്ന ഒരു യുദ്ധഭൂമിയായി വടക്കേ അമേരിക്ക മാറാൻ ഇനി അധികം നാളുകളില്ല. ഈ ലോകകപ്പിനെ വികാരാധീനമാക്കുന്ന പ്രധാന ഘടകം ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അവസാന പോരാട്ടമായിരിക്കും എന്നതാണ്. ആധുനിക ഫുട്ബോളിനെ 2 പതിറ്റാണ്ടോളം വിസ്മയിച്ച ഈ ചക്രവർത്തിമാരുടെ കരിയറിലെ ലാസ്റ്റ് ഡാൻസ് കാണാൻ ലോകം ശ്വാസമടക്കി കാത്തിരിക്കുന്നുണ്ട്. കിരീടങ്ങളാൽ സമ്പന്നമായ തന്റെ കരിയറിലേക്ക് ലോകകപ്പ് കൂടി എത്തിച്ച ലയണൽ മെസ്സി കിരീടം നിലനിർത്താനായി വരുമ്പോൾ തന്റെ കരിയറിലെ ഏക അപൂർണതയായ ലോകകപ്പ് ട്രോഫിയിൽ അവസാനമായി ഒരു കൈവെക്കാൻ റൊണാൾഡോയും എത്തും. ഇവരുടെ പിൻഗാമിയായി എംബാപ്പിയെയും ഹാലണ്ടിനെയും പോലുള്ള യുവതുർക്കികൾ വരുന്നുണ്ടെങ്കിൽ പോലും മെസ്സി റൊണാൾഡോ യുഗത്തിന്റെ അന്ത്യം ഒരു യുഗത്തിന്റെ തന്നെ അവസാന ചരിത്രമായി രേഖപ്പെടുത്തും. പ്രവചനങ്ങളുടെ ലോകത്ത് ഇപ്പോൾ ചർച്ചയാകുന്നത് ചാറ്റ് ജിപിടിയുടെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനമാണ്. കാൽപന്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇത്തവണ വിശ്വകിരീടം ചൂടുമെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവചിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനും കൊളംബിയക്കുമൊപ്പം അണിനിരക്കുന്ന പോർച്ചുഗൽ ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, റൂബൻ ഡിയസ് തുടങ്ങിയ പ്രതിഭകളുടെ കരുത്തിൽ കുതിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സെമി ഫൈനലിൽ മെസ്സിയുടെ അർജന്റീനയെ സ്പെയിൻ വീഴ്ത്തുമെന്നും മറുവശത്ത് പോർച്ചുഗൽ എംബാപ്പയുടെ ഫ്രാൻസിനെ തകർക്കുമെന്നും ചാറ്റ് ജിപിടി പറഞ്ഞു വെക്കുന്നുണ്ട്. കലാശപ്പോരിൽ സ്പെയിനെ മറികടന്ന് റൊണാൾഡോ കപ്പിൽ മുത്തമിടുന്നതോടെ ഒരു ഇതിഹാസ തുല്യമായ വിരമിക്കലിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇതിന്റെ കാതൽ. പ്രവചനങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗുസന്റെ കണക്കുകൂട്ടലുകൾ ബ്രസീലിന് അനുകൂലമാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ കാനറിപ്പട 6ാം കിരീടത്തിലേക്ക് കുതിക്കുമെന്നാണ് ഫെർഗുസൻ വിശ്വസിക്കുന്നത്. സാമ്പാ താളത്തിൽ മൈതാനങ്ങളെ കീഴടക്കാൻ ബ്രസീലിന് കഴിയുമെങ്കിലും പരിക്കിന്റെ പിടിയിലായ നെയ്മറുടെ അഭാവം അവർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. എങ്കിലും വിനീഷ്യസ് ജൂനിയറും റോഡിഗ്രോയും അടങ്ങുന്ന യുവനിരയിൽ അദ്ദേഹം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുമുണ്ട്. ആരാധകർക്കിടയിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളാണോ അതോ റൊണാൾഡോയുടെ പോരാട്ട വീര്യമാണോ വടക്കേ അമേരിക്കയിൽ വിജയക്കൊടി പാറിക്കുക? യഥാർത്ഥ പോരാട്ടം മൈതാനത്താണ്. ചാറ്റ് ജിപിടിയുടെ സാങ്കേതിക പ്രവചനങ്ങളും ഫെർഗുസന്റെ അനുഭവ സമ്പത്തും ഒരുപോലെ മാറ്റുരക്കുമ്പോൾ 2026 ജൂലൈ 19 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ആര് പൊട്ടിക്കരയുമെന്നും ആര് ആനന്ദ നൃത്തം ചവിട്ടുമെന്നും കണ്ടറിയണം. കാൽപന്ത് കളിക്ക് എപ്പോഴും പ്രവചനാതീതമായ ഒരു സ്വഭാവമുണ്ട്. അവിടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയേക്കാം. പുതിയ നായകന്മാർ ഒരുപക്ഷെ ഉദയം ചെയ്തേക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലോകം കീഴടക്കുന്ന ആ ഒരു നിമിഷത്തിനു വേണ്ടി.